ഗായ്സ്, അസ്സലാമലൈക്കും. ഇതൊക്കെയുണ്ട് എല്ലാവരും വിശേഷം. സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാഹ് സുഖമായി പോണു. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് എല്ലാവരായിട്ട് ഞാൻ 4 മണിക്കാറ്റ് വരെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ. എൻ്റെ മോനിക്ക് സ്റ്റേജും 4 മണിക്കാറ്റി പോകുമ്പോൾ ചെയ്യുന്നിട്ട് സ്റ്റേജും ഡാൻസ് കളിക്കണം. ഉമ്മച്ചിയുടെ ഒരു പൈസ ഉണ്ടോയെന്ന് ചോദിച്ചെൻ്റെ മോന് കേട്ടപ്പോൾ എനിക്ക് കൊണ്ടുവരാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ മോനെ സ്റ്റേജുമ്പോൾ കളിക്കാൻ വേണ്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മോനക്ക് കഴിക്കാൻ വേണ്ടി ഷവർമ്മ. ഈ സ്റ്റേജും കളിക്കാനല്ലേ എൻ്റെ മോൻ വന്നത്. കളിച്ചോ, ഞാൻ വരണ അതിൻ്റെ ഉള്ളിൽ കയറണ പാർക്കിൽ. അവനക്ക് പാർക്കിലൊന്നും പോവണ്ട, ഡാൻസ് കളിച്ചാൽ മാത്രം മതിയാ. എന്നാ കയറിക്കോ കയറിക്കോ, കുഴപ്പമില്ല, മുറ്റി കയറില്ല. എൻ്റെ മോൻ കയറിക്കോ. എൻ്റെ മോനക്ക് ആഗ്രഹമായിട്ടല്ലേ. കളിച്ചോ കളിച്ചോ, അതെല്ലാം മോളും കയറും. ഓക്കെ, നമ്മൾ കളിച്ചോ. തമ്മില് നാണം കളിക്കാൻ. കളിച്ചോ കളിച്ചോടാ. എല്ലാ ബേബി കണ്ണാട കണ്ണാട. മതിയായ ആഗ്രഹം കഴിഞ്ഞാ? ഇങ്ങെന്താ ആഗ്രഹം പറേ. കെട്ടുപിടിക്കാനാ? എന്താ അതും എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്താന്നറിയില്ല, എനിക്ക് എന്തോ പറയാനുള്ള പോലെ കേട്ടോ. അവൻ ഓടി വന്നതിനൊന്ന് കെട്ടിപ്പിടിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാ ബേബി ഇതേ ഇവിടെ കണ്ണാടൊക്കെ ഇട്ട് ഹെയർ ബാൻഡൊക്കെ ഇട്ട് നല്ല മുഞ്ചെത്തിയായിട്ടോ വന്നിട്ടുള്ള ലോക പൗർച്ചയാണ് കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ ഒരു പൗഡർ കിട്ടിയാലും എന്ത് കിട്ടിയാലും ഭയങ്കരമായിട്ട് ഭയങ്കര പവറും കുറുമ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ പൊന്നു മോളിട്ടാ. അപ്പോൾ ഇവിടെ പറയും അന്നെപ്പോലെ ഒന്നല്ല, അത് ഭയങ്കര പൗർച്ചയാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ മോളിത് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. കണ്ടില്ല ഇതൊന്നല്ല, ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഇത് നമ്മൾ 4 മണിക്കാറ്റിക്കാണ് കടക്കിടുന്ന. 4 മണിക്കാറ്റത്ത് ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ രാത്രി അങ്ങനെ വന്നിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അറിയണ ഒരു താത്താനെ കണ്ടിട്ടോ, ചുരുക്കാനും താത്താനെയും കണ്ടു. പാലൂരുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരായിട്ട് ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. ഈ രണ്ട് ഇരിക്കുന്ന സാധനങ്ങൾ എന്താ പറയുക, പ്രതിമ അല്ല കേട്ടോ, ഒറിജിനലാണ്. എനിക്ക് ആദ്യം തന്നെ തോന്നി. പിന്നെ അതിന് മുമ്പ് കണ്ട കാരണം വലിയ സീനില്ല. പിന്നെ ഈ 4 മണിക്കാറ്റ് തന്നെ ഉള്ളോ എന്ന് ചോദിക്കണവരോട് എനിക്കൊന്ന് ഒരു കാര്യം പറയാനുള്ളൂ. ഞങ്ങൾ തൊട്ടടുത്ത് 4 മണിക്കാറ്റുള്ളത്. അപ്പോൾ എത്ര നേരം വൈകിയാലും ഒറ്റയ്ക്ക് മക്കളായിട്ട് പോയി വരാനുള്ള ഒരു നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാർക്ക്. പിന്നെ അവൻ എന്നോട് ഇങ്ങനെ പറയട്ടോ, ഉമ്മച്ചി സ്റ്റേജുമ്മ കളിക്കണം, പോകണം, ഉമ്മച്ചിയിൽ ഇങ്ങനെ പൈസ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ. ഇപ്പം ഞാനൊന്നും നോക്കില്ല, വേഗം ബൈക്ക് എടുത്ത് 2 ആളും കൂടി കയറ്റിയിട്ട് പോകുന്നു. പിന്നെ ഈ ഒരു ഇതിന് റേറ്റ് വന്നത് 100 രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ അത് മാത്രമല്ല, 2 മക്കളും ഞാനും മാത്രമേ. അപ്പം ഈ നേരം ആയില്ലേ, അപ്പം ഞാൻ അവരൊറ്റക്ക് അവിടെ ഞാൻ അത് നോക്കായിരുന്നുണ്ടെങ്കിൽ അവരൊറ്റക്കും പിന്നെ മമ്മേനെ ഞാൻ നോക്കേണ്ട വല്ല കാര്യമല്ല. പക്ഷേ എല്ലാവരും നമ്മളങ്ങനെ കണ്ടിട്ട് അത് നോക്കണം, അത് എങ്ങനെ എടുക്കാൻ പോകാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പാർക്കിൽ അധികം ടൈമില്ല, കാരണം 8:45 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്മേനോട് പറഞ്ഞു ആദ്യമേ വേഗം കളയാനുണ്ട്, നമുക്ക് പോകണുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വെച്ചപ്പോൾ അവനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഷവർമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും വേഗം കളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഫോണിൽ ചാർജ് പിന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം പാർക്കിൽ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ പോയിട്ടോ.
എനിക്ക് പിന്നെ ചായ മതി. ആദമിന് ലൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈം കുടിച്ചു. പിന്നെ ഞാനൊരു ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദമിനെ ബർഗർ ചിലപ്പോൾ കഴിക്കുള്ളൂ. അപ്പം പിന്നെ എന്തായാലും മേടിച്ച് നോക്കിയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവനക്കും ഇത് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ നെഗറ്റ്സ് ഇഷ്ടമുണ്ട്, അപ്പോൾ നെഗറ്റ്സ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് 4 മണിക്കാരിൽ ചായ പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചായക്കട ഉണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ അടുത്ത് ഇവിടെ നെഗറ്റ്സ്, ബർഗർ, കാരണം കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ബർഗർ കാരണം ഇതിന് മുന്നേ ഇവിടെ വന്നിട്ട് ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഈ ബർഗർ കഴിച്ച് നോക്കിയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള നല്ല അടിപൊളി ബർഗർ തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള നല്ല നല്ല സൂപ്പർ ബർഗറായിരുന്നു. പിന്നെ എല്ലാം മോൾക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കുറിച്ച്, പക്ഷേ അവൾക്ക് ഞാൻ നെഗറ്റ്സ് വേണ്ട കാരണം വല്ലാണ്ട് ഞാൻ സൽക്കരിക്കാൻ നിന്നില്ല കേട്ടോ. ബർഗർ അങ്ങനെ ഞാൻ 2 പേർക്കും അങ്ങനെ സൽക്കരിക്കാൻ നിന്നില്ല. ആദമിന് പിന്നെ ചിലപ്പോൾ ഒരു മൈൻഡ് ഉണ്ട്, ആ ഒരു മൈൻഡിന് കഴിച്ചെല്ലാം കഴിക്കില്ല. എനിക്ക് ഷവർമ്മയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവിടെ ഷവർമ്മ ഇല്ലാത്ത കാരണമുണ്ട് നമ്മളിപ്പോൾ ബർഗർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളിത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാവർക്കും ആദമിനുള്ള നെഗറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നെഗറ്റ്സിന് നമുക്ക് പിന്നെ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് നമ്മൾ മേടിച്ചുണ്ടാക്കുന്നത് തന്നെ ആ ഒരു ടേസ്റ്റാണ് നമ്മൾ നെഗറ്റ്സിനുള്ളത്. അപ്പോൾ അവർക്ക് 2 പേർക്കും നെഗറ്റ്സും വാങ്ങിച്ച് വന്നിട്ട് അപ്പോൾ അവരത് 2 പേരും കൂടി കഴിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, യെല്ലോ ബേബിക്ക് പിന്നെ ആ മയൻസ് വെറുതെ ഇരുന്ന് കഴിക്കലാണ് അവൾക്ക് പണി. ഞാൻ പിന്നെ അതങ്ങനെ ഞാൻ കൊടുക്കില്ല, മയൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ കുട്ടീനെ സൽക്കരിക്കാറില്ല കേട്ടോ. അപ്പോൾ അതും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടൈം ഇപ്പോൾ അതേ 9 മണി കഴിഞ്ഞിട്ടോ. 9 മണി കഴിയപ്പോൾ അതേ എന്താ വീട്ടിൽ നിന്ന് ബാബി വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെപ്പു എവിടെ എത്തിയെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ ബർഗറൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ബർഗറൊക്കെ കഴിച്ചോട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അങ്ങനത്തെ ഞങ്ങൾ നെഗറ്റ്സൊക്കെ തിന്നേനെ. എൻ്റെ ബർഗർ ഫുള്ള് കഴിച്ചതിന് കേട്ടോ. ചായയും സൂപ്പറായിരുന്നു കേട്ടോ ഇവിടുത്തത്. എവിടെ ഇരുന്ന് കഴിക്കാൻ, നമുക്കിതിൻ്റെ മേലെ ഇരുന്ന് കഴിക്കാൻ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. കാരണം പുറത്ത് നല്ല രസമാണ് കാണാൻ, മേലിരുന്ന് കഴിക്കാൻ നല്ല പാട്ടും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഷോപ്പ് കേട്ടോ. അപ്പോൾ ആദമിനോട് വന്ന മേലെ ഇട്ടിരിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ അതും വന്നപ്പോൾ തന്നെ മുച്ചി നമുക്ക് മേലെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ചായയും കുടിച്ചു, നല്ല അടിപൊളി ബർഗറും കഴിച്ചു, നെഗറ്റ്സും കഴിച്ചു. അപ്പോൾ നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. ഇനി നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്കുള്ള പല തരത്തിലും നിങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാം, പറയാം. അതൊക്കെ നിങ്ങളിഷ്ടം, കാരണം അത് നിങ്ങളിഷ്ടം തന്നെയാണല്ലോ. എനിക്ക് നിങ്ങളെ വായ വന്നിട്ട് തുന്നിക്കെട്ടാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അത് എനിക്കെന്നല്ല, ആർക്കും ആരെ പറ്റി പറയാം അല്ലേ. അപ്പോൾ പിന്നെ പറയേണ്ടത് ഇനിയിപ്പോൾ പറയാൻ കേട്ടോ. കണ്ടില്ല അവളെ രാത്രി കുട്ടികളായിട്ട് ഒറ്റയ്ക്ക് കണ്ടില്ലേ കറങ്ങാൻ നടക്കുന്നത്. ബൈക്കായിട്ട് അവളിപ്പോൾ കുട്ടികളായിട്ട് രാത്രി അടക്കം പോയി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ എന്നുള്ള കുറേ വയലും കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്തേക്ക് പറയുമ്പോൾ ഒരു അന്തസ്സുണ്ട്. മറ്റുള്ളവരുടെ തമ്മിൽ അങ്ങനെ പറയണത് ഒരു ഇത് മാത്രമുണ്ട് ഞാൻ ഈ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ പറഞ്ഞിരുന്നോ, നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ പോവാണ്ടിരിക്കുകയല്ല. ഞാൻ എൻ്റെ സന്തോഷത്തിന് ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്ടിരിക്കില്ല കേട്ടോ. കാരണം നിങ്ങളാരും എനിക്ക് എൻ്റെ പട്ടിണി മാറ്റാൻ എൻ്റെ വീട്ടിൽ നിങ്ങളാരും എനിക്ക് അരി കൊടുന്ന് തരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ നിങ്ങൾ ഇഷ്ടം എനിക്ക് പറയണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതുവരെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. ബൈ.